അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുർആനിലെ 43-ാം അധ്യായം അസ്സുഹ്റുഫാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. മറിയമിൻ്റെ മകൻ ഈസാ നബിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇനി പഠിക്കാനുള്ളത്. തൊട്ടു മുമ്പ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. മൂസ നബിയെ ഫറോവയുടെ അടുക്കലേക്ക് അയച്ചു. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് അദ്ദേഹം പറഞ്ഞു. ധാരാളം ദൃഷ്ടാന്തങ്ങൾ അവർക്ക് കാണിച്ചു കൊടുത്തു. എല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള അപാരമായ അനുഗ്രഹങ്ങളായിരുന്നു. അതോടൊപ്പം അവർ അനുഭവിച്ച പരീക്ഷണങ്ങൾക്കുള്ള പരിഹാരം മൂസായിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുത്തിട്ടും അവരതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. എന്തെങ്കിലും പീഡകളോ പ്രയാസങ്ങളോ ഉണ്ടാകുമ്പോൾ അവർ പറയും, ഞങ്ങളുടെ പ്രയാസങ്ങൾ നീ മാറ്റിത്തരാൻ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക, ഞങ്ങൾ സന്മാർഗത്തിലേക്ക് വരാം. അപ്പോൾ അള്ളാഹു ആ പ്രയാസം മാറ്റിക്കളയുമ്പോൾ അവർ വാക്കുമാറും. മാത്രവുമല്ല, ഫറോവ ജനങ്ങളോട് പറഞ്ഞത്, എൻ്റെ ജനങ്ങളെ, ഈ മിസ്രിൻ്റെ ആധിപത്യം എനിക്കല്ലേ? ഈ നദികൾ എൻ്റെ കീഴിലല്ലേ ഒഴുകുന്നത്? ഞാനാണോ ശ്രേഷ്ഠൻ? അതല്ല നീചനും നിസ്സാരനുമായ, സ്ഫുടമായി സംസാരിക്കാൻ പോലും കഴിയാത്ത ഈ മൂസയാണോ? മൂസാക്ക് എന്തുകൊണ്ട് വലിയ അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകുന്നില്ല? അദ്ദേഹത്തിന് പിന്തുണയായി സേവകരായി മലക്കുകളെ അള്ളാഹു എന്തുകൊണ്ട് അയച്ചില്ല? അങ്ങനെ മൂസാ നബിയെയും അദ്ദേഹത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളെയും നിസ്സാരമായി ഗണിച്ചപ്പോൾ അവസാനം അവർ മുങ്ങിച്ചാവുകയാണ് ചെയ്തത്. ഇത് മുഴുവൻ ജനങ്ങൾക്കും വലിയ പാഠമാണ്. ഫജഅൽനാഹും സലഫൻ വമസലൻ ലിൽ ആഖിരീൻ. പിൽക്കാലക്കാർക്ക് മുൻഗാമികളും പാഠമേകുന്ന ഉദാഹരണങ്ങളും ആക്കിയെന്ന് അള്ളാഹു വിശദീകരിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ പഠിച്ചത്. 56-ാം സൂക്തം. 57 മുതൽ 60 വരെയുള്ള 4 സൂക്തങ്ങളാണ് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മറിയമിൻ്റെ പുത്രൻ ഉദാഹരിക്കപ്പെട്ടപ്പോഴേക്കും നിന്റെ ജനമത ബഹളം കൂട്ടുകയായി. വലമ്മ ളുരിബ ഇബ്നു മറിയമ മസലൻ ഇദാ ഖൗമുക മിൻഹു യസിദ്ദൂൻ. മറിയമിൻ്റെ മകൻ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ്. ധാരാളം ദൃഷ്ടാന്തങ്ങളുമായി ഭൂമിയിലേക്ക് വന്ന പ്രവാചകനായിരുന്നു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അവർ ചോദിക്കുന്നു, വഖാലു ആലിഹത്തുന ഖൈറുൻ അം ഹുവ, ഞങ്ങളുടെ ദൈവങ്ങളോ അതല്ല അവനാണോ ശ്രേഷ്ഠൻ? മാ ലൊറബൂഹു ലക ഇല്ലാ ജദല, ജദല് കുതർക്കം. അവർ നിന്നോട് ഇങ്ങനെ പറയുന്നത് കേവലം കുതർക്കത്തിന് വേണ്ടിയാണ്. ബൽഹും ഖൗമുൻ ഖാസിമൂൻ, സത്യത്തിൽ അവർ കുതർക്കികളായ ജനം തന്നെയാണ്. മറിയമിൻ്റെ പുത്രനെക്കുറിച്ച് അദ്ദേഹം കേവലം ഒരടിമ മാത്രമാണ്, എൻ്റെ കഴിവ് കൊണ്ട് ചില ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് നൽകി എന്നു മാത്രം. അള്ളാഹു പറയുന്ന വചനം ശ്രദ്ധിച്ചു നോക്കിയേ. ഇൻഹുവ ഇല്ലാ അബ്ദുൻ അൻഅംനാ അലൈഹി വജഅൽനാഹു മസലൻ ലിബനി ഇസ്രായേൽ. നാം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കുകയും ഇസ്രായേൽ വംശത്തിന് നമ്മുടെ കഴിവിൻ്റെ ഉദാഹരണമാക്കി കൊടുക്കുകയും ചെയ്ത ഒരടിമയല്ലാതെ മറ്റാരുമായിരുന്നില്ല ഈസാ നബി എന്ന് അള്ളാഹു വിശദീകരിക്കുന്നു. വലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലുഫൂൻ. നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിങ്ങളുടെ പിൻഗാമികളായിത്തീരുന്ന മലക്കുകളെ സൃഷ്ടിക്കാം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. മറിയമിൻ്റെ പുത്രനായി ജനിച്ച ഈസായുടെ ജീവിതം തന്നെ വലിയ അത്ഭുതമായിരുന്നു. പിതാവില്ലാതെ ജനിച്ച പ്രവാചകനാണല്ലോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം. അത്തരം ദൃഷ്ടാന്തങ്ങളുമായിട്ട് മുൻപോ പിൻപോ
ഒരു പ്രവാചകനും വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹം കളിമണ്ണെടുത്ത് പക്ഷിരൂപമുണ്ടാക്കി അതിലൂതിയാൽ അത് ജീവനുള്ള പക്ഷിയായി പറന്നുയരുന്നു. ജന്മന അന്ധനായ മനുഷ്യന് അദ്ദേഹം കാഴ്ചയേകുന്നു. പാണ്ഡുരോഗികളെ രോഗം ശിഫയാക്കി കൊടുക്കുന്നു. മരിച്ചവരെ ജീവിച്ചെഴുന്നേൽപ്പിക്കുക പോലും ചെയ്തിരുന്നു അദ്ദേഹം അള്ളാഹുവിൻ്റെ നിർദ്ദേശത്താൽ, കഴിവിനാൽ. അസാധാരണ ജനത്തിൻ്റെയും ഈ മഹത്തായ അമാനുഷിക ദൃഷ്ടാന്തങ്ങളുടെയും പേരിൽ അദ്ദേഹത്തെ ദൈവപുത്രനായി കരുതുകയും ആരാധിക്കുകയും ചെയ്യുന്നത് മഹാ അബദ്ധമാണെന്ന് ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ഈ ആയത്തിൻ്റെ ഉദ്ദേശം. നാം അനുഗ്രഹിക്കുകയും നമ്മുടെ കഴിവിൻ്റെ ഉദാഹരണമാക്കുകയും ചെയ്ത ഒരു ദാസൻ എന്നതിൽ കവിഞ്ഞ ഒരു നിലപാടും ഈസാക്കുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മറിയമിൻ്റെ പുത്രൻ ഉദാഹരിക്കപ്പെട്ടപ്പോഴേക്കും നിന്റെ ജനമത ബഹളം കൂട്ടുകയായി എന്ന ഈ ആയത്തിന് ഒരു സബബുൻ നുസൂലുണ്ട്, അല്ലെങ്കിൽ ഒരു സന്ദർഭമുണ്ട്. നേരത്തെ 45-ാം സൂക്തത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ പറയുന്നുണ്ട്, മുൻകഴിഞ്ഞ പ്രവാചകന്മാരോടൊന്ന് ചോദിച്ചു നോക്കുക. വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസുലിന അജഅൽനാ മിൻ ദൂനി റഹ്മാനി ആലിഹത്തൻ യുഅബദൂൻ. നിനക്ക് മുമ്പ് നാം നിയോഗിച്ച ദൈവദൂതന്മാരോടൊക്കെയും ചോദിച്ചു നോക്കുക, കരുണാവാരിധിയായ ദൈവത്തിന് പുറമെ ആരാധിക്കപ്പെടുന്ന ദൈവമായി മറ്റാരെങ്കിലും നാം നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നോ എന്ന്. ഇവിടെ പ്രവാചകന്മാരുടെ അടുത്ത് പോയി ചോദിക്കണമെന്നല്ലല്ലോ അതിൻ്റെ ആശയം. അവരാരും അങ്ങനെ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്കിടയിലൊരു പ്രശ്നമുണ്ടായാൽ അള്ളാഹുവിലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നാൽ അള്ളാഹുവിനോടും റസൂലിനോടും ചോദിക്കണമെന്നല്ലല്ലോ. അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും നിർദ്ദേശങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾ പരിശോധിക്കണമെന്നാണ്. അതേപോലെ തന്നെ ഒരു പ്രവാചകനും അള്ളാഹുവിനെ കൂടാതെ മറ്റിതര ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്നോ അവരോട് സഹായം തേടണമെന്നോ അഭ്യർത്ഥിച്ചിട്ടില്ല എന്ന് വ്യക്തമായ കാര്യമാണ്. ഈ ഒരു കാര്യം അള്ളാഹുവിൻ്റെ പ്രവാചകൻ മക്കാ നിവാസികളുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അബ്ദുല്ലാഹിബിനു അസ്സിബറ എന്നു പേരായ ഒരാൾ മുന്നോട്ട് വന്ന് ഒരു ചോദ്യം ചോദിച്ചു. അയാൾ ആ ചോദ്യം ചോദിച്ചപ്പോഴേക്ക് പ്രവാചകന് ഉത്തരം മുട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ബഹളം വെച്ചു. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം? ക്രിസ്ത്യാനികൾ മറിയം പുത്രനെ അഥവാ ഈസയെ ദൈവപുത്രനായി അംഗീകരിച്ച് ആരാധിക്കുന്നുണ്ടോ? ഇല്ലേ? ഉണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ ആരാധ്യർ മാത്രം ചീത്തയാകുന്നത് എങ്ങനെയാണ്? ഇത് കേട്ട് അവിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവരും പൊട്ടിച്ചിരിച്ചു. അവരൊക്കെ വിളിച്ചു കൂവി. മുഹമ്മദിന് ഉത്തരം മുട്ടി. അയാൾ കുടുങ്ങിപ്പോയി. കേൾക്കട്ടെ. പക്ഷെ നേർക്ക് നേരെ അപ്പോൾ അതിന് മറുപടി പറയാതെ പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം പൂർത്തിയാക്കുകയും പിന്നെ വിമർശനത്തിനുള്ള പ്രശ്നത്തിലേക്ക് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യുകയാണ് ഇവിടെ ചെയ്തത്. അഥവാ മൂസ നബിയും ഈസാ നബിയും ഒക്കെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ മാത്രമാണ്. അവർക്ക് ചില ദൃഷ്ടാന്തങ്ങൾ നൽകി. ഇവിടെ പ്രത്യേകിച്ചും ഈസാ നബിക്ക് ചില ദൃഷ്ടാന്തങ്ങൾ നൽകി എന്നത് ശരി തന്നെ. അദ്ദേഹം ഒരടിമയല്ലാതെ മറ്റൊന്നുമായിരുന്നില്ല. പിതൃരഹിതനായി ജനിച്ചു, രോഗം ശിഫയാക്കി കൊടുത്തു, കണ്ണുകൾക്ക് കാഴ്ചകൾ നൽകി, മരിച്ചവരെ എഴുന്നേൽപ്പിച്ചു. ഇതെല്ലാം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ കഴിവ് മാത്രമാണ്. അതിനപ്പുറം അദ്ദേഹത്തെ ആരാധ്യനാക്കണമെന്ന് ഒരാൾക്കും അള്ളാഹു നിർദ്ദേശം നൽകിയിട്ടില്ല. ഈസാ നബി അങ്ങനെ വാദിച്ചിട്ടുമില്ല. അള്ളാഹു പറയാ, വലൗ നശാഉ ലജഅൽനാ മിൻകും മലായികതൻ ഫിൽ അർളി യഖ്ലുഫൂൻ. നിങ്ങളിൽ നിന്ന്, അള്ളാഹു പറയുന്ന വാക്ക് നാം ഉദ്ദേശിക്കുകയാണെങ്കിൽ നിങ്ങളിൽ നിന്ന് ഭൂമിയിൽ നിങ്ങളുടെ പിൻഗാമികളായിത്തീരുന്ന മലക്കുകളെ സൃഷ്ടിക്കാം. ഇതിന് തഫീമിൽ അബുൽ അല മധു സാഹിബ് നൽകുന്ന നിർദ്ദേശം അല്ലെങ്കിൽ ആശയം നിങ്ങളിൽ നിന്നുള്ള ചിലരെ മലക്കുകളാക്കുമായിരുന്നു എന്നിങ്ങനെയും ആശയങ്ങൾ പറയാവുന്നതാണ്. അപ്പോൾ ചുരുക്കത്തിൽ അള്ളാഹു നിർദ്ദേശിച്ച അല്ലെങ്കിൽ നിയോഗിച്ച പ്രവാചകന്മാരാരും അള്ളാഹുവിനെ കൂടാതെ മറ്റൊരു ശക്തിയെയും വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് അവകാശം ഉന്നയിച്ചവരല്ല. നിങ്ങളുടെ ഭൗതികമായ താല്പര്യങ്ങൾക്കും നേട്ടങ്ങൾക്കും വേണ്ടി നിങ്ങളിൽ വളച്ചൊടിച്ച നിർദ്ദേശങ്ങളും തീരുമാനങ്ങളുമാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുകയും അവന് ഇബാദത്ത് ചെയ്യുകയും അവനെ വഴങ്ങി അനുസരിച്ച് ആരാധിച്ച് നല്ലവരായി ജീവിക്കുകയും അവൻ്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുക എന്നതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭൂഷണമായിട്ടുള്ളത് എന്ന അടിസ്ഥാന കാര്യമാണ് വീണ്ടും വീണ്ടും ഖുർആൻ അടിവരയിടുന്നത്. ഖുർആനിൻ്റെ ആശയങ്ങളെ ഏറ്റവും ശരിയാവണ്ണം പഠിച്ച് നല്ലവരായി ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.